അപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കി ഈ ഒരു വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഇണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓഫ്‌ലൈനിൽ ഇരുന്നിട്ട് ഈ ഒരു സെക്ഷൻ മൊത്തം ഒരു 40 വില്ലേജറിനെ ഞാൻ ഇവിടെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു 40 വില്ലേജറിനെ വെക്കുമ്പളേക്കും എന്റെ കയ്യിലുള്ള വില്ലേജസിന്റെ സ്റ്റോക്ക് കഴിഞ്ഞെന്ന്. ഇനി എനിക്ക് അപ്പുറം സൈഡ് 40 വില്ലേജറിനെ വെക്കാൻ വില്ലേജർ ഇല്ല. ഞാനാണെങ്കിൽ കുറേ നേരം എഎഫ്‌കെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നാ പോലും നമുക്ക് അത്രയും വില്ലേജസിനെ ഒന്നും കിട്ടിയിട്ടില്ല. ഏകദേശം ഇത് ഇവിടെ ഒരു 1, 2, 3 പിന്നെ ഒരു ചെറിയ കുട്ടി, പിന്നെ അഞ്ചാമത്തെ ടോട്ടൽ 6 വില്ലേജസ്. 6 വില്ലേജസേ എനിക്ക് അത്രയും മണിക്കൂർ എഎഫ്‌കെ നിന്നിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഈ ഒരു 40 വില്ലേജസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചുകഴിഞ്ഞെങ്കിൽ നമ്മൾ ഈ ഒരു ഈ സൂപ്പർ സ്മെൽറ്ററിന്റെ ബിൽഡിംഗ്, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ ബിൽഡിംഗ്, ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി മണിക്കൂറുകളോളം ഞാൻ ഇവിടെ ഇരുന്നത് കൊണ്ടാണ് ഇത്രയും വില്ലേജസ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇനി അടുത്ത 40 വില്ലേജസിന് കുറെ മണിക്കൂർ എടുക്കും. അപ്പൊ എന്തായാലും നമുക്കത് ഭയങ്കര ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ ആയിട്ട് കുറച്ച് ആൾക്കാർക്കൊക്കെ ട്രേഡ് സെറ്റ് ചെയ്യാം. അതായത് ബേസിക് ആയിട്ട് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എമറാൾഡ് ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ എമറാൾഡ് വില്ലേജസിന് ഇപ്പൊ വെക്കാം. എന്നിട്ട് കുറച്ച് ആർമറൊക്കെ തരുന്ന വില്ലേജസിനും വെക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നമുക്ക് കുറേ നേരം ഇവിടെ എഫ്കെ എന്നിട്ട് ബാക്കി വില്ലേജസിനെ വരും എപ്പിസോഡിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് അവർക്കും ട്രേഡ് ഒക്കെ കൊടുത്തിട്ട് കുറേയധികം ബുക്കൊക്കെ വാങ്ങാം. അതുപോലെ തന്നെ ഈ സൈഡിൽ വെച്ചിരിക്കണ ഈ സൂന നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ബോറടിച്ച സമയത്ത് വെച്ചതാണ്. ഇത് ഞാൻ കണ്ടിന്യൂ ഒന്നും ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചാൽ ഇത് കാണാൻ വലിയ രസമൊന്നുമില്ലാന്ന്. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അത് വെറുതെ വെച്ചതാണ്. ബൈ ദ ബൈ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലേ? തോന്നി. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. 300 ആവാറായി. ഇനി കുറച്ച് സബും കൂടി മതി നമുക്ക് 300 ആവാൻ. എന്തായാലും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യ്. അതുപോലെ തന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ ഇടണല്ലേ, ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യ്. ഞാൻ ഈ വീഡിയോ ഒക്കെ നോക്കുന്ന സമയത്ത് ആവറേജ് വാച്ച് ടൈം അങ്ങനെ എന്തോ സംഭവമുണ്ട്. അത് വെറും 2 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ഈ 10 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ 2 മിനിറ്റ് കണ്ടിട്ട് സ്കിപ്പ് അടിച്ച് പോകണം. അയ്യോ, സങ്കടം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ മീനുക്കുട്ടി ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ മീനുക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 30 ലൈക്കിങ് ചെയ്യ്. നിങ്ങൾ പറഞ്ഞതുപോലെ 30 ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മീനുക്കുട്ടിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നിങ്ങൾ മാക്സിമം ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, അത് പറയുമ്പോൾ തന്നെ നമ്മളെ നോക്കി. അപ്പോൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ വരുന്ന എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഒരു പൂച്ചക്ക് പേരിടുന്നതായിരിക്കും. കണ്ടോ, നമ്മളെ പൂച്ചക്കുട്ടി ഇത് ഇവിടെ വന്ന അന്ന് ഞാൻ കൊണ്ടിരുത്തിയതാണ്. ഇതുവരെ പൂച്ചക്കുട്ടിയെ പുറത്തിറക്കിയിട്ടില്ല. അപ്പൊ നമുക്കാണെങ്കിൽ ഈ ഒരു സെക്ഷൻ മാത്രമേ ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സെക്ഷനിലാണെങ്കിൽ ആകെ 40 വില്ലേജസേ ഉള്ളൂ. അപ്പൊ ഇവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് മാക്സിമം എമറാൾഡും ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഡയമണ്ട് ആർമറും ടൂൾസും ഉണ്ടാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഈ ഒരു വില്ലേജസ്, അതായത് ഈ ഒരു 40 വില്ലേജസ് ഏകദേശം 16 വില്ലേജസിന് എടുത്തിട്ട് നമുക്ക് ആർമറർ എന്ന് പറയുന്ന ജോബ് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 10 വില്ലേജസിന് എടുത്തിട്ട് ടൂൾ സ്മിത്തിന്റെ ജോബും കൊടുക്കണം. പിന്നെ ബാക്കി വരുന്ന 4 വില്ലേജസിന് വെപ്പൺ സ്മിത്ത് എന്ന് പറയുന്ന ആ ഒരു ജോബും കൊടുക്കണം. അപ്പൊ ഏകദേശം 30 വില്ലേജസ് അവിടെ കണക്കാവും. ബാക്കി വരുന്ന 10 വില്ലേജസ് ഉണ്ടല്ലോ, അവരെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അതായത് വല്ല ബുക്കും ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ബുക്കിന്റെ സംഭവമൊക്കെ വെച്ചിട്ട് നമുക്ക് അതങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു സെക്ഷനിൽ അപ്പൊ നമ്മൾ ഏകദേശം 30 വില്ലേജസിനെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ട ആവശ്യമുള്ള വർക്കിംഗ് സ്റ്റേഷനൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഓരോന്നിന്റെ റെസിപ്പി നോക്കട്ടെ. അപ്പൊ നമുക്കില്ല, ആദ്യം തന്നെ ഈ ഒരു ബ്ലാസ്റ്റ് ഫർണസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ അതിന്റെ റെസിപ്പി ഇതാണ്. അപ്പൊ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാനിത് മോഡ് ഉപയോഗിച്ചിട്ട് നോക്കിയതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കുറേ അധികം അയൺ എടുക്കണം. അതുപോലെ തന്നെ നമ്മളെ അടുത്ത് ഓൾറെഡി കുറേ അധികം ഈ ഒരു സ്റ്റോണൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ പാത്തൊക്കെ കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, മൊത്തത്തിൽ പാത്തും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ ഇടയിൽ പറയാൻ വിട്ടതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് കുറേയധികം അയൺ എടുത്തിട്ട് വരാം. അതുപോലെ നമ്മൾ ഈ ഒരു സൂപ്പർ സ്മെൽറ്ററിലാണെങ്കിൽ ഏകദേശം ഇത്രയും സ്റ്റോൺ ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോണിനെ നമുക്ക് വീണ്ടും ഉരിക്കാലല്ലേ സ്മൂത്ത് സ്റ്റോൺ കിട്ടണം. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് സ്മൂത്ത് സ്റ്റോൺ ഉണ്ടാക്കാം. ഓക്കെ, വെച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ തന്നെ ഇത് 20ന് മുകളിൽ സ്മൂത്ത് സ്റ്റോൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത്രയും റിസോഴ്സസ് മതി എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഒരു 16 ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് 16 എണ്ണം തന്നെ കറക്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ഏകദേശം അതിൽ കൂടുതൽ കിട്ടും. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് 16 എണ്ണം ഉണ്ടാക്കാം. എന്തായാലും 16 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ കൊണ്ടുപോയിട്ടില്ലേ, നമ്മൾ ഈ ഒരു വില്ലേജസിന് ട്രേഡ് കൊടുക്കാം. പക്ഷെ ഇവർ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ആദ്യത്തെ ഈ ഒരു വില്ലേജസിന്റെ അടുത്ത് വെച്ച് നോക്കാം. ഞാനാണെങ്കിൽ ഇവിടെ ബെഡ് വരെ വെച്ചു കൊടുത്തു. ഇവന്മാര് ജോലി എടുക്കണില്ല, വെറുതെ ഇങ്ങനെ കിടന്ന് കുണുങ്ങിക്കൊണ്ടിരിക്കാണ്. ഞാൻ എന്താണ് കാരണം എന്നൊന്ന് നോക്കട്ടെ. ഓക്കെ, വെറുതെ ഒരുത്തന്റെ അടുത്ത് വെച്ചപ്പോ അവൻ ജോലി എടുത്ത്. അപ്പൊ ഇവൻ നമുക്കിത് ആദ്യം തന്നെ എമറാൾഡ് കൊടുത്തിട്ട് ആർമർ വാങ്ങണ സാധനമൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പൊ എനിക്ക് അയൺ കൊടുത്തിട്ട് സാധനം എന്താടോ
അയൺ കൊടുത്തിട്ട് എമറാൾഡ് ആണ് എനിക്ക് ആദ്യം തരേണ്ടത്. എമറാൾഡ് ഇല്ലാണ്ട് ഇങ്ങേരുടെ അടുത്ത് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യാനാണ്? അപ്പൊ നമ്മൾ ഇത്രയും വർക്ക് സ്റ്റേഷൻ വെച്ച് കൊടുത്തതിൽ ഇവനും ജോലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഏതോ ഒരുത്തൻ ജോലി എടുത്തല്ലോ. ഇവനും ജോലി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ യൂട്യൂബിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത സമയത്ത് പറഞ്ഞത് നമുക്ക് കുറച്ചധികം ബെഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഇവർ പെട്ടെന്ന് ജോലി എടുക്കുന്നതാണ്. നമുക്ക് എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഇവിടെ കുറേ ബെഡ് നിരത്തി പിടിച്ചപ്പോൾ കുറേവന്മാർ ജോബ് എടുത്തു. പക്ഷെ ഇനിയും 3 എണ്ണം ഉണ്ട്. ഇവന്മാർ എടുക്കിടയ്ക്ക് ഇങ്ങനെ ജോബ് എടുക്കും, എന്നിട്ട് അത് ഒഴിവാക്കും, വീണ്ടും എടുക്കും. ഇതന്നെയാണ് പരിപാടി. ഞാനാണെങ്കിൽ കുറേയധികം ഫ്ലിന്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രാവിൽ വെച്ച് ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് മുകളിലേക്ക് വന്നതാണ്. ഇപ്പൊ നോക്കിയത് ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, സെറ്റാണ് കേട്ടോ. ഇവിടെ അത്രയും പ്ലെയിൻ ആയിട്ട് കിടന്ന സ്ഥലത്താണ് ഇപ്പൊ ഇത്രയും ബിൽഡൊക്കെ ഞാൻ ചെയ്ത് വെച്ചത്. സെറ്റായി ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഫ്ലിന്റ് ഈ ഒരു ഗ്രാവിൽ മൊത്തത്തിൽ നമുക്കിങ്ങനെ മൈൻ ചെയ്തെടുത്തിട്ട് നമുക്ക് കുറച്ചധികം ഫ്ലിന്റ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലെച്ചിങ് ടേബിൾ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് കുറേയധികം സ്റ്റിക്ക് കൊടുത്തിട്ട് കുറേ എമറാൾഡ് ഒപ്പിക്കാം. എനിക്ക് തോന്നുന്നു അവന്മാരെ ട്രേഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ അവന്മാർ ജോബിന്ന് ഇതാക്കത്തില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനാണെങ്കിൽ ഇവിടെ കുറേ നേരം നിന്നിട്ടത് ഇത്രയും വില്ലേജസിന് മാത്രമേ ജോബ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിലും ചില വില്ലേജസ് ഇപ്പോഴും ജോബൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അതിനൊരു ട്രിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് അറിയണേ. ഞാൻ എൻ്റെ ചങ്കിനോട് ചോദിച്ചപ്പോഴാണ് ആ ട്രിക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ട്രിക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡേർട്ടോ ഏത് ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഈ ബാക്കിലത്തെ ബ്ലോക്കും കൂടി മൂടിയിട്ട് നമുക്ക് ഏത് വർക്ക് സ്റ്റേഷൻ ആണോ വെക്കേണ്ടത് അത് ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഇവന്മാര് ജോലി എടുക്കും. എന്റെ പൊന്നോ, ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ OP ആർമർ ആവട്ടെ. എന്തായാലും ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പൊ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഫ്ലെച്ചേഴ്സിനെ വെച്ചത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയധികം സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇതിൽ നമുക്ക് കുറേയധികം സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് കുറേ എമറാൾഡ് ഒപ്പിക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വില്ലേജസിനെ ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അയൺ കൊടുത്തിട്ട് എമറാൾഡ് വാങ്ങുന്ന ട്രേഡ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവന്മാരെ വെച്ചത് കേട്ടോ. ഞാൻ എന്തായാലും ഇവന്മാരുടെ അടുത്ത് ട്രേഡ് ചെയ്ത് കുറച്ചൊന്ന് സെറ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ കുറേ നേരം ഇരുന്നിട്ട് എൻ്റെ കയ്യിലുള്ള വുഡൊക്കെ കൊടുത്ത് ട്രേഡ് ചെയ്ത് കേട്ടോ. എന്നിട്ട് എനിക്ക് ഏകദേശം ഇപ്പോൾ 2 സ്റ്റാക്കിൻ്റെ അടുത്ത് എമറാൾഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ ഓരോരുത്തരെ ട്രേഡായിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അതായത് ഫുൾ ട്രേഡ് ചെയ്യണില്ല. ആദ്യം നമുക്ക് ഓരോരുത്തരെ ട്രേഡ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവന്മാർ പണിയെടുക്കാണ്ടിരിക്കത്തില്ല. ഞാനുണ്ടല്ലോ ഇവിടെ കുറേ നേരം ഇരുന്ന് ഇവനൊക്കെ ഞാൻ എക്സ്പേർട്ട് ആക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന്മാർ നമുക്ക് മറ്റേ അയൺ വെച്ചിട്ട് എമറാൾഡ് തരുന്ന ട്രേഡ് ഉണ്ടല്ലോ അത് തരത്തില്ല. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഇത് ഇവിടെ നമുക്ക് ഡയമണ്ട് ലെഗിൻസ് അതുപോലെ ഡയമണ്ട് ബൂട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ബാക്കി ഇത് അത് അവിടം വരെയുള്ളവന്മാരെ നമുക്ക് എക്സ്പേർട്ട് ആക്കാനുണ്ട്. പക്ഷെ അതെന്തായാലും ഇപ്പോൾ ആക്കുന്നില്ല. നമുക്കിപ്പോൾ മെയിൻ പ്രയോറിറ്റി കുറേ അധികം എമറാൾഡ് ഉണ്ടാക്കണം നമ്മൾ അയൺ കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം ടൂൾ സ്മിത്തിനെ ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട്. നമ്മളതിലാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട് ട്രേഡ് ചെയ്തിട്ട് കിട്ടിയത്. അതൊക്കെ ഞാൻ പറക്കി എവിടെയെങ്കിലൊക്കെ എറിയട്ടെ. അങ്ങനെ എല്ലാം കൊണ്ടുപോയി കാട്ടിലിട്ടു. ഇനി എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. അതിനാദ്യം കുറച്ചധികം പ്ലാങ്ക്സ് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ അയണും ഈ ഒരു പ്ലാങ്ക്സും വെച്ചിട്ടാണ് നമ്മൾ ആ ടേബിൾ ഉണ്ടാക്കണം. കണ്ടോ, ഈ ഒരു സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കണേ. അപ്പോൾ ഇതൊരു 2 ഇപ്പോൾ താൽക്കാലികമായിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. എന്നിട്ട് ഇവന്മാർക്ക് ഈ ഒരു ടേബിൾ വെച്ച് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു ടൂൾ സ്മിത്ത് ആയിരുന്നു നമുക്ക് അയൺ കൊടുത്തിട്ട് എമറാൾഡ് തരുന്നത്. ഞാൻ വെറുതെ കുറേ അധികം ആർമറിനെ ഉണ്ടാക്കി. അയ്യോ, പണിയായല്ലോ. നമുക്ക് എന്തായാലും കുറേ അധികം സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കാം. അപ്പം ഞാനുണ്ടല്ലോ ഇവന്മാരൊക്കെ ട്രേഡ് ചെയ്തിട്ട് ഏകദേശം അയൺ കൊടുത്തിട്ട് എമറാൾഡ് തരുന്ന ആ ട്രേഡ് വരെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവനെയാണെങ്കിൽ ഞാൻ എക്സ്പേർട്ട് വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ നമുക്ക് ആക്സ് തരുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പിന്നീട് വാങ്ങാം. ഇനി ആർമറും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ സെറ്റാക്കാനുണ്ട്. ഇനി നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമ്മളെ കയ്യിലുള്ള മൊത്തം അയൺ എടുത്ത് വന്നിട്ട് ഇവിടെ ഇരുന്ന് എമറാൾഡ് ജനറേറ്റ് ചെയ്യുക. അതാണ് നമ്മളെ പരിപാടി. എന്തായാലും ഞാൻ കുറേ അധികം അയണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ട്രേഡ് ചെയ്തിട്ട് കുറച്ചധികം എമറാൾഡ് ഉണ്ടാകട്ടെ. അങ്ങനെ ഞാനുണ്ടല്ലോ ഇവന്മാരൊക്കെ ഞാൻ മാസ്റ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് എക്സ്പേർട്ടാണ് ഏറ്റവും വലിയ ലെവൽ എന്നാണ്. പക്ഷേ എക്സ്പേർട്ട് അല്ല ഏറ്റവും വലിയ ലെവൽ, മാസ്റ്റർ ആണ്. അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. കണ്ടോ, മാസ്റ്റർ ആയപ്പോൾ ഇവൻ നമുക്ക് ഫോർച്യൂൺ പിക്കൊക്കെ തരുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവന്മാരുടെ കയ്യിലുള്ള എല്ലാ പിക്കാക്സും ഒന്നിച്ച് കമ്പൈൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു കിടിലം പിക്കാക്സ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇവന്മാർ നമുക്ക് അയൺ വെച്ചിട്ടുള്ള ട്രേഡ് തരും. അതിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവനാണ് നമുക്ക് അയൺ വെച്ചിട്ടുള്ള ട്രേഡ് തരുന്നത്. പക്ഷെ ഇവന്മാർ റെയർ ആയിട്ടേ തരത്തുള്ളൂ കേട്ടോ.
അതുപോലെ തന്നെ ഇവന്മാരൊക്കെ ഞാൻ മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഇവൻ നമുക്കിപ്പോൾ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറൊക്കെ തരും. അപ്പൊ ഇതിൽ ഏറ്റവും നല്ല ഡയമണ്ട് ആർമർ നോക്കിയിട്ട് നമുക്കിപ്പോൾ വാങ്ങാം. അപ്പൊ ഇത് ഏറ്റവും നല്ലതാണെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ളതൊക്കെ ഒരുവിധം പോക്കാണ്. നമുക്ക് ഏത് വാങ്ങണം എന്ന് ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ട്ടോ. ഞാൻ നോക്കിയതിൽ ഏറ്റവും നല്ല ലെഗിൻസ് തരുന്നത് ഇവനാണ്. അപ്പൊ ഇവന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ലെഗിൻസ് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഏറ്റവും നല്ല ഷൂ തരുന്നത് ആരാണെന്ന് നോക്കാം. എന്റെ അഭിപ്രായത്തിൽ ഇവനല്ലേ ഏറ്റവും നല്ല ഷൂ തരുന്നത്. ഇതല്ലേ ഏറ്റവും നല്ലത്. എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഇതന്നെ വാങ്ങാൻ പോവാണ്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇവന്റെ അടുത്തുള്ളത് നല്ലതല്ല. അതുപോലെ ഈ ഒരു ആർമർ നല്ലതാണെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. ചെസ്റ്റ് പ്ലേറ്റ് ഏറ്റവും നല്ലത് അവൻ്റെതാണെന്നാ തോന്നുന്നത്. അതെ, അവൻ്റെതാണെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. എന്തായാലും ഞാൻ ഇവന്റെ അടുത്ത് തന്നെ അതും വാങ്ങി. ഇനി ഹെൽമെറ്റ് നോക്കാം. ഓക്കെ, ഹെൽമെറ്റ് ഇത് ഇവൻ്റെതാണ് ഏറ്റവും നല്ലത് ട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ സെറ്റ് ഡയമണ്ട് ആർമർ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ടൂൾസ് വാങ്ങാം. ടൂൾസ് പിന്നെ ഏകദേശം എനിക്ക് ഐഡിയ ഉണ്ട്. നമുക്ക് ഫോർച്യൂണിൻ്റെ ഈ ഒരു പിക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അൺബ്രേക്കിംഗ് ഉള്ള ആക്സ് വേണ്ട. നമുക്ക് വേറെ ഏതെങ്കിലും ആക്സ് കിട്ടുമോ? അൺബ്രേക്കിംഗ് അല്ലാണ്ട് നല്ല ഏതെങ്കിലും ആക്സ് ഉണ്ടോ? ഞാൻ നോക്കിയിട്ടോ, അൺബ്രേക്കിംഗ് അല്ലാണ്ട് നല്ല വേറെ ആക്സ് ഒന്നും ഇല്ല. അപ്പം നമുക്ക് ഇതന്നെ വാങ്ങാം. അപ്പോൾ ഒരു ആക്സ് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവലാണ് വാങ്ങാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിൽട്ടച്ചിൻ്റെ ഷവലും വാങ്ങാം. അതുപോലെ തന്നെ ഒരു നോർമൽ ഷവലും വേണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിൽട്ടച്ചിൻ്റെ ഷവൽ കൊണ്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിനാണ് ഞാൻ സിൽട്ടച്ചിൻ്റെ ഷവൽ വാങ്ങിയത്. ഇനി നമുക്ക് വാങ്ങാനുള്ളത് എന്താണ്? ആക്സ് വാങ്ങി. ഓക്കെ, ഒട്ടുമിക്ക സാധനം വാങ്ങിയില്ലേ. ഓക്കെ, നമുക്ക് സോഡ് കിട്ടിയിട്ടില്ല. സോഡ് ഐ തിങ്ക് ഇവന്മാരല്ല നമുക്ക് തരുന്നത്. സോഡ് തരുന്നത് ഇവന്മാരെന്നാണ് തോന്നുന്നത്. അതായത് ഇതിൻ്റെ പേരെന്താണ്? വെപ്പൺ സ്മിത്താണ് നമുക്ക് സോഡ് തരുന്നത്. അത് ഇതുവരെ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അതെന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും വാങ്ങിയ ഡയമണ്ട് ആർമർ ഇട്ടിട്ടുണ്ട് ട്ടോ. എന്നിട്ട് നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരെ നമുക്ക് ട്രേഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു സോഡ് ഒപ്പിക്കണം. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്ക് സോഡും കൂടി കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ അങ്ങനെ വാങ്ങി. കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോളായ ഡയമണ്ട് ആർമറും ടൂൾസും ഞാൻ അങ്ങ് വാങ്ങി എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ പോയിട്ട് കിടന്നുറങ്ങട്ടെ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ.